വാരാന്തപ്പതിപ്പ് പുറത്തിറങ്ങാൻ വൈകിയതിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല എന്ന ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ്. വാരാന്തപ്പതിപ്പിന്റെ ചുമതല ഇപ്പോഴും KR അജയന് തന്നെയാണോ എന്ന ചോദ്യത്തിന് ആഭ്യന്തര കാര്യങ്ങൾ പുറത്തു പറയാനാകില്ല എന്ന മറുപടിയാണ് നൽകിയത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കാനെടുത്ത ഫീച്ചറിന്റെ പേരിലുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ ചുമതലക്കാരനെ മാനേജ്മെന്റ് മാറ്റിയിരുന്നു. KR അജയനെതിരെ നടപടിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം കൃത്യമായി നൽകി എം സ്വരാജ്. വാരാന്തപ്പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയോ എന്ന ചോദ്യത്തിന് പക്ഷേ വ്യക്തതയില്ലാത്ത മറുപടിയാണ് കിട്ടിയത്. അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങൾ അതിപ്പോ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങളെ പോലെ തന്നെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം നടപടികൾ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ നിങ്ങളുടേതെന്ന പോലെ ഞങ്ങളുടെയും സ്ഥാപന സംബന്ധിയായ ഒരു ആഭ്യന്തര കാര്യമാണ്. അത് നിങ്ങളും വിശദീകരിക്കാറില്ല, ഞങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല. കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഫീച്ചർ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിന്നാലെ ചുമതലക്കാരനോട് വിശദീകരണം ചോദിച്ചു വാങ്ങി. അതിനുശേഷമാണ് ചുമതലയിൽ നിന്ന് മാറ്റിയത്. എന്നാൽ ആ തലക്കെട്ടിന്റെ പേരിൽ നടപടിയെടുത്തുവെന്ന് സമ്മതിച്ചാൽ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇല്ലെന്ന സാങ്കേതിക അവകാശവാദം എം സ്വരാജ് നടത്തുന്നത്. KR അജയന്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ദേശാഭിമാനി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന KR അജയൻ പറയണം. അങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.